ബെന്നി ബെഹനാൻ എം പി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ബെന്നി ബെഹനാൻ. പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം അത് തീരുമാനിച്ചിട്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അവിടെ നിന്ന് ആളുകൾ വരുന്നത്. ഇവിടെ വന്ന് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായിട്ട് സംസാരിക്കും, അവരുടെ അഭിപ്രായങ്ങൾ അറിയും, മുതിർന്ന നേതാക്കന്മാരുമായിട്ട് അഭിപ്രായങ്ങൾ അറിയും, സാഹചര്യങ്ങൾ വിലയിരുത്തും. അനുയോജ്യനായ ഒരു നേതാവ്, കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന അനുയോജ്യനായ നേതാവ് ആരാണെന്നുള്ള അന്വേഷണം അവർ നടത്തും. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. അതാണ് സ്വാഭാവികമായ നടപടിക്രമം. എല്ലാ കാലഘട്ടത്തിലും ചെയ്തതാണ്. ആ നടപടിക്രമം നിന്ന് വ്യത്യസ്തമായൊരു നടപടിക്രമം ഇപ്രാവശ്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ ഒരു ഘടകമല്ലേ ഇത്? എല്ലാം ഘടകമാണല്ലോ. ആരായിരിക്കണം അടുത്ത നേതാവ് എന്നതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പാർട്ടി തലത്തിൽ ജനപ്രതികളുടെ ഭാഗത്തുനിന്ന്, സീനിയർ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണല്ലോ തീരുമാനിക്കുന്നത്. അതല്ല ഞാൻ പറയുന്നത്, അതിനിപ്പോൾ ഒരു പുതുമയല്ല. അതെല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത് എടുത്തിരിക്കുന്ന ഒരു മാനദണ്ഡം. ആ മാനദണ്ഡമാണ് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. ആ മാനദണ്ഡത്തിനനുസരിച്ചെടുക്കുന്ന തീരുമാനമാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഘടകകക്ഷികളുടെ അഭിപ്രായം, അതുപോലെ പൊതുജനാഭിപ്രായം, ഇത് ഈ നിരീക്ഷകർ തേടുമോ? ഘടകകക്ഷികളുടെ അഭിപ്രായം ആരായിരിക്കണം, ഇതിൻ്റെ തീരുമാനം ആദ്യം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ആരായിരിക്കണമെന്നാണ് ആദ്യത്തെ തീരുമാനം. സ്വാഭാവികമായും അദ്ദേഹമാണ് മുഖ്യമന്ത്രിയാകാറുള്ളത്. അപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ആരായിരിക്കണം എന്നതിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം ഘടകകക്ഷികളുടെ ഭാഗത്ത് തേടില്ല. ഘടകകക്ഷികളും ആ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ തയ്യാറാകില്ല. ഒരു പാർട്ടിയുടെയും ലീഡർ ആരാണ് തീരുമാനിക്കുന്നത്? ആ പാർട്ടിയല്ല. കേരളത്തിലെ ഘടകകക്ഷികൾക്ക് വളരെ പക്വതയുള്ള ഘടകകക്ഷികളാണ്. അവരൊന്നും അത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായം അങ്ങോട്ട് പറയാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം. പക്ഷേ ബെന്നി ബെഹനാൻ ഇന്നലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല, തങ്ങളുടെ അഭിപ്രായം കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് തേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞിരുന്നു. സ്വാഭാവികമായും കോൺഗ്രസ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തിൽ ഘടകകക്ഷികളുമായിട്ടുള്ള കൺസൾട്ടേഷനും ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ചർച്ചകളും കോൺഗ്രസ് നടത്തുന്നുണ്ട്. ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തി അതാണല്ലോ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരുമായി സംസാരിക്കുന്ന, എല്ലാവരുമായി ആശയവിനിമയം നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ഒരു യൂണിറ്റിയാണ് UDF എന്ന് പറയുന്നത്. അതിപ്രാവശ്യം ഉണ്ടാവും. തങ്ങൾ പറഞ്ഞതും ശരിയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ പാർട്ടി ലീഡർ ആരായിരിക്കണം എന്ന കാര്യത്തെക്കുറിച്ചിട്ട് അവരും അങ്ങനെ ചാടിക്കേറിയ അഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും എന്തോ ഹൈക്കമാൻഡ് യൂണിറ്റി ഉറപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ യൂണിറ്റി ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാവർക്കും സ്വീകാര്യനായ ഏറെക്കുറെ ഐകകണ്ഠേനയാകുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഹൈക്കമാൻഡ് പോകാൻ. കാരണം പിന്നീട് UDF ഉണ്ടാകുന്ന കെട്ടുറപ്പ്, കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുന്ന കെട്ടുറപ്പ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് പ്രധാനമായിരിക്കുമല്ലോ. ഞാൻ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDF അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനങ്ങൾ ഒട്ടേറെ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്ക് അനുയോജ്യമായ ഒരു തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രീയമായ പക്വത, ജാഗ്രത സ്വാഭാവികമായും കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രകടിപ്പിക്കും. അത് വിട്ടിട്ടൊരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഉൾക്കൊള്ളാനുള്ള പക്വതയും തീരുമാനമെടുക്കാനുള്ള കഴിവും കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. ചർച്ച ചെയ്യേണ്ട ഏതെല്ലാം തലങ്ങളാണോ ആ എല്ലാ തലങ്ങളിലും വരുന്ന നേതാക്കന്മാർ ആശയവിനിമയം നടത്തും, സംസാരിക്കും. അതിനൊക്കെ ശേഷം തീരുമാനം ഉണ്ടാകുള്ളൂ. ഇത് 5 വർഷം ഭരിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെ രൂപപ്പെടുത്തുന്നതാണല്ലോ ഇത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളുടെ ഒരു അഭിപ്രായം ആരായുകയും തേടുകയും സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്യുമല്ലോ. അതൊക്കെ ഒറ്റ കാര്യം കൂടി ചോദിച്ചു, MP-മാരുടെ ഉൾപ്പെടെ അഭിപ്രായം തേടുമോ ഈ നിരീക്ഷകർ? സാധാരണഗതിയിൽ MP-മാരുടെ അഭിപ്രായം തേടാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ പ്രാവശ്യം അത് തേടും. അതിനൊന്നും ഒരു മാറ്റി നിർത്തലല്ലോ ഇതിനകത്ത് വേണ്ടത്. ആരായിരിക്കണം നേതാവ് എന്നതിനെ കുറിച്ചിട്ട് സമവായമാണ് വേണ്ടത്. ആ സമവായത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് നേതാക്കന്മാരുടെയും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും ഉത്തരവാദിത്വം. ഒരു സമവായത്തിന് വേണ്ടി ശ്രമിക്കുക. അവിടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതല്ല വേണ്ടത്.
അവകാശവാദങ്ങൾ എല്ലാവർക്കുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 5 വർഷത്തേക്ക് കോൺഗ്രസിൽ UDF വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങളോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കി സമവായത്തിലൂടെ ഒരു മുന്നോട്ട് പോകാൻ തീരുമാനിക്കണം. ഞാനിത് നേരത്തെ പറഞ്ഞതാണ്. ഇന്ന് കാണുന്ന ഈ അവകാശവാദങ്ങളും ഇന്ന് കാണുന്ന പ്രകടനങ്ങളും ഇന്ന് കാണുന്ന മറ്റു രീതിയിലുള്ള പ്രചരണങ്ങളുമല്ല കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ സ്വാധീനിക്കുന്ന ഘടകം. അപ്പം ഇതൊക്കെ ഒരു ആവേശത്തിന് വേണ്ടി ആരെങ്കിലും കാണിച്ചാൽ അത് നിയന്ത്രിക്കേണ്ടതാണ്. അണികളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം നേതാക്കന്മാർക്കുണ്ട്. അവർ നിയന്ത്രിക്കണം.